നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. റിയ ഉണ്ടാക്കിയെടുത്ത തന്ത്രം അത് ഗംഭീരം തന്നെയായിരുന്നു. കൺഗ്രാറ്റുലേഷൻസ് മോളു. പ്രഭാവതി, നരക പിശാചേ, എനിക്ക് നിന്റെ അഭിനന്ദനമൊന്നും വേണ്ട. ഈ സ്വത്തുക്കളും കമ്പനിയൊക്കെ നിന്റെ കയ്യിലെത്തിക്കാൻ എനിക്കറിയാമെങ്കിൽ അത് മുഴുവനും നിന്റെ പക്കൽ നിന്നും അടിച്ചുകൊണ്ട് പോകാനുള്ള ബുദ്ധിയും എനിക്കുണ്ട്. നിന്റെ മക്കളെല്ലാം മണഗുണാഞ്ചന്മാരായതുകൊണ്ട് എനിക്കത് ഈസി ആയിട്ട് സാധിക്കും. വിശാൽ, അവനൊരു നിസ്വാർത്ഥനായ മരപ്പൊട്ട്. ഇവൻ വിനയ്, പെണ്ണെന്ന് കേട്ടാൽ അവിടെ നിന്നും മാറാത്ത മറ്റൊരു കോന്തൻ. ഇവനൊക്കെ കൂടെയുള്ളപ്പോ പ്രിയയ്ക്ക് സ്വത്തുക്കൾ തട്ടിയെടുക്കാനാണോ പ്രയാസം? പ്രഭാവതി, തൽക്കാലം നീ റാണിയായിട്ട് വിലസിക്കും. എനിക്കുള്ള അവസരം ഒന്ന് വരട്ടെ. അതുവരെ ഞാൻ ഇവിടെയൊക്കെ തന്നെ ചുറ്റിപ്പറ്റി ഉണ്ടാവും. അല്ലറിയ, നീ എന്താ ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുന്നത്? അല്ല, ഞാൻ വിശാലിന്റെയും പാർവതിയുടെയും ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. പാർവതി കാരണം വിശാലിനും കോളനിയിൽ കഴിയേണ്ട ഒരു സ്ഥിതി വന്നില്ലേ? ഹാ, പാവം, ഇന്നലെ രാത്രി എങ്ങനെ കിടന്നുറങ്ങിയോ ആവോ. എന്തായാലും വല്ലാത്തൊരു ദുരിത ജീവിതമല്ലേ അവരനുഭവിക്കാൻ പോകുന്നേ. ഇതെന്തോന്ന് ദുരിതം റിയ? ദുരിതങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും പെരുമഴ അവളുടെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്നതേയുള്ളൂ. അതിനുള്ള പണികള് ഞാൻ ഒന്നിനു പിറകെ ഒന്നായി കരുതി വെച്ചിരിക്കുമല്ലേ. അമ്മേ, പണി കൊടുക്കുന്നതിനൊപ്പം നമുക്ക് ഇങ്ങോട്ട് പണി കിട്ടാതെ സൂക്ഷിക്കണം. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത്? അമ്മേ, അമ്മ ഒരു പാമ്പിനെയാണ് തല്ലി നോവിച്ചത്. അത് മറക്കരുത്. പാർവതി വെറുതെ ഇരിക്കുന്നു കരുതണ്ട. സ്വത്തുക്കള് തിരികെ പിടിക്കുമെന്ന് അവൾ അമ്മയെ വെല്ലുവിളിച്ചിട്ട് പോയ സ്ഥിതിക്ക് ഒരു ദിവസം പോലും പാഴാക്കാതെ അവൾ അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങുന്ന ഉറപ്പാണ്. അതുകൊണ്ട് അവള് മനസ്സിൽ കാണുമ്പോ നമ്മളത് മാനത്ത് കാണണം. എടാ, അവളിനി എന്ത് ചെയ്യാനാ? എന്റെ പേരിലിരിക്കുന്ന സ്വത്തുക്കള് അവളിനി എങ്ങനെ തിരികെ പിടിക്കും? അതൊന്നും പറയാൻ പറ്റില്ല. ഈ സ്വത്തുക്കളെ ചുറ്റിപ്പറ്റി ധാരാളം രഹസ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാ. അല്ല, അതമ്മയ്ക്ക് അറിയാലോ. അത് ശരിയാ, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരുന്നില്ല. ചിന്തിക്കണം, ചിന്തിച്ചേ തീരൂ. ഇല്ലെങ്കിൽ ഈ സ്വത്തുക്കൾ കിട്ടിയതുപോലെ തന്നെ അവർക്ക് തിരികെ ചെന്ന് ചേരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ആചാര്യ വക്കീലിനെ കണ്ട് എത്രയും പെട്ടെന്ന് തന്നെ രഹസ്യങ്ങൾ മുഴുവൻ നമ്മൾ അറിയണം. അതറിഞ്ഞാൽ മാത്രമേ അവന്റെ അവളുടെ നീക്കങ്ങളെ നമുക്ക് തടയാൻ സാധിക്കൂ. എന്നാ വൈകിക്കണ്ട. ഇന്ന് തന്നെ നീ റിയയും കൂടി ആചാര്യ വക്കീലിനെ പോയി കണ്ടിട്ട് രഹസ്യങ്ങൾ അറിഞ്ഞിട്ട് വരൂ. ശരിയമ്മേ, ഞങ്ങൾ ഇന്ന് തന്നെ പോവാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.